എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാവണം, ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കണം, ഒരു പുരോഗതി ഉണ്ടാക്കണം, നിലവിലുള്ള ജീവിത സാഹചര്യത്തിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് തൻ്റെ ജീവിതത്തെ വരച്ചു നടണം. അങ്ങനെയൊക്കെ നമുക്കൊരുപാട് മോഹങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നടക്കാറില്ല അല്ലേ? ഈ ലോകത്തിലെ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിട്ടും ഈ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അത് നടക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എല്ലാവരും തൻ്റെ ഒരു കംഫർട്ടബിൾ സോണിൽ അടങ്ങി ഒതുങ്ങി തട്ടിമുട്ടി ജീവിച്ചു തീർക്കുന്ന ഒരു യാത്രയാക്കിയിട്ട് അവനവൻ്റെ ജീവിതത്തെ മാറ്റുന്നവരാണ്. എന്തുകൊണ്ടാണ് അവനവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് തൻ്റെ ജീവിതത്തെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കാതെ പോകുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമാണ് ഈ ലോകത്തിലുള്ള മുഴുവൻ അവസരങ്ങളും. റിസ്ക് എടുക്കാതെ ഒരാൾക്കും ഈ ലോകത്തിൻ്റെ ഒരവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈ ലോകത്തിൻ്റെ അവസരങ്ങളെ സ്വന്തമാക്കുവാൻ റിസ്ക് എടുക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? പേടിയാണ് അല്ലേ? റിസ്ക് എടുത്തിട്ട് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകുമോ എന്ന പേടിയുള്ളത് കൊണ്ടാണ് റിസ്ക് എടുക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാകാത്തത്. റിസ്ക് എടുക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലായാലും ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലാണെങ്കിലും ഒക്കെ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റിസ്ക് എടുക്കാനുള്ളതാണ് ജീവിതം. ജീവിതത്തിൻ്റെ ഒരു പൊതു സ്വഭാവം തന്നെ അങ്ങനെയാണ്. റിസ്ക് എടുക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയിക്കാനാവും. എന്നാൽ അത് വലിയ വെല്ലുവിളിയാണ് എന്നുള്ളത് തർക്കങ്ങളൊന്നുമില്ല. പക്ഷേ അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണ്ടേ? ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയല്ലേ? നമ്മൾ ജനിച്ചു, ഒരു യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതൊരിക്കൽ അവസാനിക്കും. ഈ യാത്രകൾക്കുള്ളിൽ നമ്മളിങ്ങനെ പേടിച്ചും ഞെങ്ങിയും ഞെരുങ്ങിയും അഡ്ജസ്റ്റ് ചെയ്തും തട്ടിയും മുട്ടിയും തള്ളി മുന്നോട്ട് നീങ്ങേണ്ടതാണോ ജീവിതം എന്നത് സ്വയം ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. അതിലപ്പുറം ജീവിതത്തെ ഒന്ന് ആഘോഷിക്കുവാൻ, ആസ്വദിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണ്ടേ? അതിനെന്ത് വേണം? നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി വളർത്താൻ സാധിക്കേണ്ടതുണ്ട്. അതിന് ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം? റിസ്ക് എടുക്കാൻ കഴിയണം. റിസ്ക് എടുക്കാനുള്ള മനസ്സ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് റിസ്കുകൾ ഏറ്റെടുക്കുവാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് ജീവിതത്തിന് പുരോഗതി ഉണ്ടാകുന്നത്, ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ടായെന്ന് കരുതുക. അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകുന്നു. ഒരു ട്രെയിനറുടെ കീഴിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നു. അദ്ദേഹം സൈഡിലിരിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ഡ്രൈവിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഒടുവിൽ നമ്മൾ ലൈസൻസ് എടുക്കുന്നു. ലൈസൻസ് നമുക്ക് കിട്ടി. എന്നാൽ ഒറ്റയ്ക്ക് ഒരു വണ്ടി എടുത്ത് പോകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇല്ല. അതിനെന്ത് വേണം? ഒറ്റയ്ക്ക് നമ്മൾ പോവുക തന്നെ വേണം അല്ലേ? അപ്പോൾ ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് മികച്ച ഡ്രൈവർ ആകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിലോ ലൈസൻസ് ഇങ്ങനെ പെട്ടിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡ്രൈവ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയാൽ അത് ഒറ്റയ്ക്ക് നമുക്ക് ഏറ്റെടുക്കുവാനും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുവാനുമുള്ള ഒരു റിസ്ക് നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കുന്നവരാണ് പിന്നീട് സ്വന്തമായിട്ട് എവിടെ വേണമെങ്കിലും വണ്ടി ഓടിച്ചു പോയിട്ടുള്ളത്. അല്ലാത്തവരൊക്കെ ലൈസൻസ് വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കുറേ ആളുകൾ ലൈസൻസ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഇന്ന് വരെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ധൈര്യം ആർജിച്ചെടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. സ്റ്റേജിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ, നിങ്ങൾക്ക് ഒരു പാട്ട് പാടാൻ അറിയാം, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അറിയാം, അതിൻ്റെ ഒരു അവസരം കിട്ടി. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ പോലും പല ആളുകളെ സംബന്ധിച്ചും സ്റ്റേജിൽ കയറിയിട്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാറില്ല. എന്തുകൊണ്ടാണ്? അതൊരു റിസ്ക് ആണ്. അഥവാ സ്റ്റേജിൽ കയറിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നൊരു ഭയം നമുക്കുണ്ട്. അങ്ങനെ തെറ്റിയാൽ മറ്റുള്ളവരൊക്കെ കളിയാക്കുമല്ലോ എന്നൊരു ചിന്തയും നമ്മുടെ ഉള്ളിലുണ്ട്. ആ റിസ്ക് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റേജിൽ കയറാതെ നമ്മൾ വളരെ കംഫർട്ടബിളായി ആ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. അതെല്ലാവർക്കും സാധ്യമാണ്. അത് ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരില്ല. ഇവിടെയാണ് പറഞ്ഞത്, ജീവിതത്തിൽ റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറുക. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ, പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കയറുക. ആ കയറിയത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്.
അവിടെ നിങ്ങൾക്ക് പാട്ട് പാടാൻ പറ്റിയില്ലെങ്കിലും പ്രസംഗിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്കൊന്ന് സ്റ്റേജിൽ കയറുവാനുള്ള ധൈര്യം പോലും ഇല്ലല്ലോ എന്ന രീതിയിൽ ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നിട്ടിറങ്ങിയ ആ മനോഭാവത്തെ പോസിറ്റീവായി കാണാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒരു 2-3 സ്റ്റേജിൽ ഇങ്ങനെ കയറുമ്പോഴേക്കും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവും അല്ലേ? അവിടെയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവുക. അത് ചെറുതും വലുതുമായിട്ടുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും. ഇനി സാമ്പത്തികമായ കാര്യങ്ങളിലേക്ക് വരാം. അതാണല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തികമായ കാര്യങ്ങളിലാണ് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ നമ്മൾ ഏറ്റവും ആദ്യം ശ്രമിക്കേണ്ടതും കൂടുതൽ നമ്മൾ ശ്രമിക്കുന്നതും അതിനുവേണ്ടി തന്നെ ആയിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ മെനക്കെടാത്തത് കൊണ്ട് തന്നെയാണ്. നമുക്കൊരു ജോലിയുണ്ട്, അതുകൊണ്ട് തട്ടിമുട്ടി ജീവിച്ചു പോകാം. മാസം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ, ഓരോ മാസവും ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെ ചെലവ്, കുട്ടികളുടെ പഠനം, പലചരക്ക് കടയിലെ പറ്റ്, അതുപോലെ തന്നെ കറണ്ട് ബില്ലുണ്ടാവും, അങ്ങനെയുള്ള ബില്ലുകൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ എന്തെങ്കിലും ചിട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതും അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താണ്? നമ്മൾ വളരെ കംഫർട്ടബിൾ സോണിലാണ് ആ സമയത്തുള്ളത് അല്ലേ? കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഘോഷങ്ങളും ആസ്വദിക്കലും ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് സോൾവ് ചെയ്യപ്പെടുന്നു. നമ്മുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകളും ഈ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. വലിയ ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ തൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ ഒതുങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് ഞെങ്ങി ഞെരുങ്ങി ഓരോ ദിവസവും ഇങ്ങനെ ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോവുക. അത് മാത്രമാണ് ലക്ഷ്യം. മരിക്കുന്നത് വരെ അങ്ങനെ ജീവിക്കുക, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. അതിലപ്പുറം ജീവിതത്തിൻ്റെ സൗന്ദര്യങ്ങളെ കണ്ടെത്താൻ, ജീവിതം ആഘോഷിക്കുവാനും ആസ്വദിക്കുവാനും ശ്രമിക്കാൻ നമ്മൾ തയ്യാറാകാറില്ല. റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവാറില്ല അല്ലെ? സാമ്പത്തികമായിട്ട് വളരാൻ സാധിച്ചാൽ മാത്രമേ ജീവിതം ആഘോഷിക്കുവാനും ആസ്വദിക്കുവാനും ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അതിലപ്പുറം നമുക്ക് ഒരിക്കലും അത് സാധ്യമല്ല. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ വളരെ കംഫർട്ടബിൾ സോണിൽ, വളരെ സേഫ് സോണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ജീവിച്ചു പോകുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സമാധാനക്കേടുമുള്ളത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ വിചാരം മാസാമാസം കിട്ടുന്നത് അത് കൃത്യമായ രീതിയിൽ അടക്കി ഒതുക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം സുഖകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ്. പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസുകൾ കയറി വരുന്ന ഒരു യാത്ര കൂടിയാണ് ജീവിതം. ഒരു അസുഖം വന്നാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ മതി. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ജീവിതത്തിൻ്റെ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള അടിത്തറയുടെ താളം തെറ്റാറുണ്ട്. ഇങ്ങനെ കൃത്യമായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിലവിൽ പൈസ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ കടം വാങ്ങിക്കും. പിറ്റേത്തെ മാസം സാലറി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ കടമാണ് വീടുക. ഈ കടം വീടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിലവിലുള്ള എല്ലാ ചെലവുകളെയും അത് ബാധിക്കും അല്ലേ? പലതും നമുക്ക് അടക്കാൻ പറ്റില്ല, പല അടവുകളും പെൻഡിങ് ആവും. അങ്ങനെ കടങ്ങൾ മെല്ലെ 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 എന്ത് സംഭവിക്കും? പെട്ടെന്നൊന്നും അറിയില്ല, ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും ഒരുപാട് ബാധ്യതകൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരാറുള്ള കാര്യം. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത കുറച്ചുകൂടി വിശാലമാക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിൽ ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി ജീവിക്കുകയല്ല. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ വരുമാനവും അവനവൻ്റെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമല്ല എന്ന് തോന്നിയാൽ, ഞെങ്ങി ഞെരുങ്ങിയിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവണം. ആ ജോലി ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ജോലി ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. പലപ്പോഴും ഈ ജോലി ഉപേക്ഷിക്കുക എന്ന് പറയുന്ന റിസ്ക് ഉണ്ടല്ലോ, അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല ഒരാളും. അത് ഏറ്റെടുക്കാതെ എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക? സാമ്പത്തികമായിട്ട് നമുക്ക് വളരണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റണം. ഒന്നുകിൽ അതിനേക്കാൾ മികച്ചൊരു ജോലി നമുക്ക് കണ്ടെത്തണം, അല്ലെങ്കിലോ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ചെറിയ വരുമാനവുമായിട്ട് ഇങ്ങനെ ജീവിച്ചു തീർക്കും. ഒരുപാട് പ്രശ്നങ്ങളും ഒരു സമാധാനവുമില്ലാതെ, ജീവിതം ഒരിക്കലും ആഘോഷിക്കപ്പെടാതെ ആസ്വദിക്കപ്പെടാതെ ഇങ്ങനെ തട്ടിമുട്ടി ഞെങ്ങി ഞെരുങ്ങി ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ആ പ്രശ്നങ്ങൾ അടുത്ത തലമുറയ്ക്കും കൂടി കൊടുത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചു തീർക്കും അവനവൻ്റെ ജീവിതം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊരു ചെറിയ യാത്രയാണ്. നമ്മൾ ജനിച്ചു, അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഈ മണ്ണിൽ നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട്.
ഈ ലോകം എത്രത്തോളം മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എത്രത്തോളം സൗന്ദര്യമുള്ളതാണ് ഈ പ്രപഞ്ചമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇവിടെ മനോഹരമായിട്ട് ആസ്വദിച്ച് ആഘോഷിച്ച് കടന്നു പോകാനുള്ള ഒരു യാത്രയുടെ പേര് കൂടിയാണ് ജീവിതം എന്ന് മറന്നു പോകരുത്. ഇവിടെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റണം. വെറുതെ ഇങ്ങനെ ജീവിച്ച് മരിച്ചങ്ങ് തീർന്നാൽ പോരാ. അതിലപ്പുറം ജീവിതത്തെ അടയാളപ്പെടുത്താൻ, ഏതെങ്കിലും തരത്തിൽ അവനവൻ്റെ ജീവിതത്തെ ഒന്ന് അടയാളപ്പെടുത്താൻ ഒരു ശ്രമം നമ്മൾ നടത്തണം. അതല്ലേ ജീവിതത്തിന്റെ ഒരു ത്രിൽ എന്ന് പറയുന്നത്. അങ്ങനെ അടയാളപ്പെടുത്താനുള്ള റിസ്ക് നമ്മൾ ഏറ്റെടുക്കുക, അത് ജീവിതത്തിന്റെ ഒരു ത്രില്ലാക്കി മാറ്റിയെടുക്കുക. അപ്പോഴാണ് ജീവിതത്തിന് ഒരു ജീവൻ ഉണ്ടാകുന്നതും അത് ആസ്വദിക്കാൻ കഴിയുന്നതും ആഘോഷിക്കാൻ കഴിയുന്നതും. ആരെയും നമ്മൾ പേടിക്കേണ്ടതില്ല. ഈ ചെറിയ യാത്ര മനോഹരമാക്കുക എന്നതല്ലാതെ മറ്റെന്ത് ഉത്തരവാദിത്വമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനുള്ളത്? അതിലപ്പുറം ആവശ്യമില്ലാത്ത ബാധ്യതകളും ഭാരങ്ങളും കഷ്ടപ്പാടുകളും ചിന്തകളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കടന്നു പോകുന്നതിനേക്കാൾ ജീവിതത്തെ രസകരമായിട്ട് കാണാൻ ശ്രമിക്കുക. പ്രശ്നങ്ങളെയൊക്കെ അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, ജീവിതത്തിൽ ഏത് റിസ്ക് ഏറ്റെടുക്കുവാനും. ഇപ്പോൾ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ കയ്യിലുള്ള ഒരു പണം ഉപയോഗിച്ച് നിങ്ങളൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തിട്ട് നിങ്ങളൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വലിയ ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യണ്ട, ചെറിയ രീതിയിൽ, ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് അതിനെ മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാലും മതി. അപ്പോൾ നമ്മുടെ ജീവിത സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങൾ അത് ബാധിക്കില്ല. അങ്ങനെ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക് ഉണ്ട് അല്ലേ? ഒരു ജോലി ഉപേക്ഷിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, ഒരു വരുമാനം അവിടെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ പരാജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങൾക്കും ഈ പരാജയങ്ങൾക്കുമൊക്കെ ഒരു പ്രതിവിധിയും കൂടി അപ്പുറം കിടക്കുന്നുണ്ട്. അങ്ങനെ പ്രതിവിധിയും കൂടി കിടക്കുന്നുണ്ട്, ഒരു സൊല്യൂഷനും കൂടി കിടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അല്ലാത്തവര് റിസ്ക് ഏറ്റെടുക്കാതെ തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം ജീവിച്ച് തീർത്തവരാണ്. അങ്ങനെ ജീവിച്ചു തീർക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഏത് കാര്യങ്ങളിലും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. റിസ്ക് എടുക്കുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്. റിസ്ക് എന്ന് പറയുന്നത് ജീവിതത്തെ നശിപ്പിക്കാനുള്ളതല്ല, ജീവിതത്തെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. അത് ഏറ്റെടുക്കുവാനുള്ള ഒരു മനക്കരുത്ത്, ധൈര്യം നമ്മൾ സ്വന്തമാക്കുക. പുതിയ അവസരങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ, പുതിയ സാധ്യതകളിലേക്ക് എത്തിപ്പെടാൻ ആ റിസ്ക് ഏറ്റെടുക്കുന്ന ആ ഒരു മനോഭാവം നമ്മളെ ഒരുപാടേറെ സഹായിക്കും. ഒരു കംഫർട്ടബിൾ സോണിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതിലപ്പുറം അതിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞ് തൻ്റെ അവസരങ്ങളിലേക്ക്, തൻ്റെ വലിയ സാധ്യതകളിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു മനസ്സ് നമ്മൾ ഓരോരുത്തരും കാണിക്കുക. ജീവിതത്തിൽ അതിലൂടെ വലിയ നല്ല മാറ്റങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം, മറ്റൊരു വിഷയവുമായിട്ട്. എല്ലാവർക്കും നന്ദി.